10 കൊല്ലം തന്നെ വലിയ ഒരു ടേമാണ്. അതിൽ കൂടുതലൊന്നും കേരളത്തിലെ ജനങ്ങൾ എന്തൊക്കെ ചെയ്താലും സഹിക്കത്തില്ല, ജനങ്ങൾ മാറ്റും, ഒരു സംശയവുമില്ല. അതുകൊണ്ട് ഒരു വലിയ വിജയം ഉണ്ടാകും. ഇതിപ്പം കുറച്ച് പൈസ വേറെ ആൾക്ക് കൊടുത്തു എന്നുള്ളൊരു അപവാദം ഇങ്ങനെ ചാനൽ വഴി വന്നപ്പോഴാണ് എനിക്കതിന് പ്രതികരിക്കണം എന്ന് പറഞ്ഞു. കാരണം അതിൻ്റെ ആവശ്യം ഉണ്ടായിട്ടില്ല. കാഞ്ഞിരപ്പള്ളി ശരിക്കും UDFൻ്റെ ഒരു ശക്തമായ ഒരു മണ്ഡലമാണ്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ അനുകൂലമായൊരു സാഹചര്യമാണുള്ളത്. കേരളം മുഴുവൻ അനുകൂലമായ സാഹചര്യമാണ്. അതുകൊണ്ട് തിരിച്ചു പിടിക്കാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേരള കോൺഗ്രസിൻ്റെ പോക്കിൽ ക്ഷീണമുണ്ടായത് കഴിഞ്ഞ തവണത്തെ ഇലക്ഷനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പേരും ആ നിയമസഭയിലെ സ്ഥാനാർത്ഥി പട്ടികയിലും കനകോലുവിൻ്റെ സർവേയിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു അവസാന ഘട്ടം വരെ ആ പേര് ഉണ്ടായിരുന്നതാണ് എനിക്കറിയാൻ സാധിച്ചത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹത്തിന് പുറത്തുള്ള ശത്രുക്കളൊക്കെ കൂടുതൽ അകത്തുനിന്നുള്ള ചില ശത്രുക്കളാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇങ്ങനെയുള്ള അപവാദ പ്രചരണങ്ങൾ ഉണ്ടാക്കുന്നത്. നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവുമായ ജിജി അഞ്ചാനിയാണ്. നമസ്കാരം. നമസ്കാരം. ജിജി, ഇലക്ഷന് ഏതാണ്ട് ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. വളരെ രൂക്ഷമായ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് കാഞ്ഞിരപ്പള്ളി. കാഞ്ഞിരപ്പള്ളി തിരിച്ചു പിടിക്കുക എന്നുള്ളത് UDFൻ്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. പരമ്പരാഗതമായ ഒരു UDF മണ്ഡലമാണെങ്കിൽ പോലും ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇപ്പോൾ അത് LDFൻ്റെ കയ്യിലാണ്. എന്താണ് കാഞ്ഞിരപ്പള്ളിയിലെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ? കാഞ്ഞിരപ്പള്ളി ശരിക്കും UDFൻ്റെ ഒരു ശക്തമായ ഒരു മണ്ഡലമാണ്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ അനുകൂലമായൊരു സാഹചര്യമാണുള്ളത്. കേരളം മുഴുവൻ അനുകൂലമായ സാഹചര്യമാണ്. അതുകൊണ്ട് തിരിച്ചു പിടിക്കാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. ഈ കാഞ്ഞിരപ്പള്ളി മണ്ഡലം UDFൻ്റെ ആണെന്ന് പറഞ്ഞു. UDFന് ഏറ്റവും സാധ്യതകളാണ്. ഇപ്പം പ്രൊഫസർ ജയരാജാണ് കഴിഞ്ഞ പ്രാവശ്യം LDF സ്ഥാനാർത്ഥിയായി അവിടെ ജയിച്ചത്. അദ്ദേഹം ദീർഘകാലമായി അവിടെ MLA ആണ്. ഇത്തവണയും അദ്ദേഹം തന്നെയാണ് മത്സരരംഗത്തുള്ളത്. ഇത്തരം ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് അത് കോൺഗ്രസ് കുറച്ചും കൂടി വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ തന്നെ പരിഗണിക്കാതിരുന്നത് എന്നുള്ള വലിയൊരു ചർച്ച വരുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ സ്ഥാനാർത്ഥിയായി താങ്കളെ അവിടെ പരിഗണിച്ചിരുന്നു എന്നുള്ളൊരു വാർത്തയുണ്ടായിരുന്നു. ഏറ്റവും അവസാന ഘട്ടത്തിലാണ് താങ്കളെ അവിടെ നിന്ന് വെട്ടിമാറ്റി മറ്റൊരു സ്ഥാനാർത്ഥി അവിടെ വരുന്നത്. ഇതിൻ്റെ പിന്നിൽ ചില കർത്തകൾ പ്രവർത്തിച്ചു എന്നും ചില ആളുകൾക്ക്, ചില നേതാക്കന്മാർക്കെതിരെയൊക്കെ ചില ഡീൽ ഒക്കെ ഉള്ള ആരോപണങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തെങ്കിലും സത്യമുണ്ട് ഇതിൽ? അല്ല, ഇതിൻ്റെ അകത്ത് ഡീലിനെ പറ്റിയൊന്നും എനിക്കറിയത്തില്ല. ഇതിൻ്റെ അകത്ത് എന്നെ സ്ഥാനാർത്ഥിയായിട്ട് പരിഗണിച്ചിരുന്നു. ഞാൻ 13 വയസ്സിൽ യൂത്ത് കോൺഗ്രസ്സിലൂടെ വന്നയാളാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ 4ാമത്തെ തവണ ജനപ്രതിയായി. ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു പള്ളിക്കത്തോട്. അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് 3 തവണ തിരഞ്ഞെടുക്കപ്പെട്ടയാളാണ്. ഇത്തവണയും വലിയ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പേരും ആ നിയമസഭയിലെ സ്ഥാനാർത്ഥി പട്ടികയിലും കനകോലുവിൻ്റെ സർവേയിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു അവസാന ഘട്ടം വരെ ആ പേര് ഉണ്ടായിരുന്നതാണ് എനിക്കറിയാൻ സാധിച്ചത്. ബഹുമാനപ്പെട്ട ആൻ്റോ ആൻ്റണിയുടെ വലിയൊരു പിന്തുണ, അദ്ദേഹത്തിൻ്റെ കോട്ടയത്ത് മത്സരിക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പ് മുതൽ അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിക്കുന്നയാളാണ്. ഇപ്പം ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ഞങ്ങളുടെ അവിടെയുള്ള ഞങ്ങൾക്ക് ഉമ്മൻചാണ്ടി സാറ്, അതുപോലെ തന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ആൻ്റോ ആൻ്റണിയാണ്. ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ്. ഇപ്പോൾ ഈ ഡീലിനെ പറ്റിയൊക്കെ ഇതിൻ്റെ അകത്ത് കണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോഴാണ് നിങ്ങളുടെ ചാനലിൽ അതിനെപ്പറ്റി ഒരു മറുപടി പറയണമെന്ന് ഓർത്ത് ആണ് ഞാൻ വന്നത്. കാരണം അത് വളരെ മോശമായൊരു കാര്യമാണ്. അദ്ദേഹത്തിന് അതിൻ്റെ ആവശ്യമില്ല. അദ്ദേഹം അങ്ങനെ ഒരു ഡീലിൻ്റെ ആളല്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹത്തിന് പുറത്തുള്ള ശത്രുക്കളൊക്കെ കൂടുതൽ അകത്തുനിന്നുള്ള ചില ശത്രുക്കളാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇങ്ങനെയുള്ള അപവാദ പ്രചരണങ്ങൾ ഉണ്ടാക്കുന്നത്. ഇപ്പം ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാനൊരു ബിസിനസ്സുകാരൻ കൂടിയാണ്, ഒരു രാഷ്ട്രീയത്തിനോടൊപ്പം ബിസിനസ് ചെയ്യുന്നയാളാണ്. ഞാൻ 2005 എൻ്റെ ബ്രദേഴ്സൊക്കെ വെളിയിലുണ്ട്, അമേരിക്കയിലൊക്കെ. 2005 അങ്ങോട്ട് പോകാൻ വേണ്ടി ബ്രദേഴ്സെല്ലാം നിർബന്ധിച്ച് അങ്ങോട്ടേക്കുള്ള വിസ എനിക്ക് കോൺസുലേറ്റിൽ ഇൻ്റർവ്യൂവിന് മാത്രം പോയാൽ മതി. അമേരിക്ക കോൺസുലേറ്റ് ഇൻ്റർവ്യൂ ഒഴിച്ച് ബാക്കി എല്ലാ നടപടികളും പൂർത്തിയായി വിസ അപ്രൂവൽ ആയതായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ രാഷ്ട്രീയ എനിക്കിഷ്ടമുള്ളതുകൊണ്ടും ഉമ്മൻചാണ്ടി സാറെന്ന് പറയുന്ന ഞാൻ എൻ്റെ പിതൃതുല്യനായിട്ട് കാണുന്ന ഒരു നേതാവിൻ്റെ ഒപ്പം പ്രവർത്തിച്ചിട്ടാണ് പിന്നെ ഇത് കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിലോട്ടായതിപ്പം. അപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ പാതയിലെ രാഷ്ട്രീയം അങ്ങ് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ അതുപോലും പോകാതെ നാട്ടിലൊരു ബിസിനസ് സൈഡായിട്ട്. കാരണം ഞാൻ വളരെ സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടുള്ള കുടുംബത്തിൽ നിന്ന് വരുന്നത്. ഞങ്ങൾ 8 മക്കളായിരുന്നു. അപ്പോൾ ആ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ നിന്ന് വരുമ്പോൾ ജീവിക്കാൻ വേണ്ടി ഒരു ബിസിനസ് എന്നുള്ള നിലയിലാണ് ബിസിനസ്സും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനം ഒരുമിച്ച് കൊണ്ടുവരുന്നത്. ഞാൻ UDFൻ്റെ കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലം കൺവീനറാണ്. ഇലക്ഷൻ്റെ ആൻ്റോ ആൻ്റണി MP ഇലക്ഷൻ മുഴുവൻ ആ കാഞ്ഞിരപ്പള്ളി നിയമസഭാ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് മുഴുവൻ കോർഡിനേറ്റ് ചെയ്ത ആളാണ്. അതിനുശേഷം കഴിഞ്ഞ തദ്ദേശ സ്ഥാപന തിരഞ്ഞെടുപ്പിലും 9 പഞ്ചായത്തുകൾ 6 ഭരണം പിടിക്കുകയുണ്ടായി. പിന്നെ പാർട്ടിയിൽ എന്താണെങ്കിലും ഗ്രൂപ്പ് ഉണ്ടല്ലോ. അപ്പം
സ്വാഭാവികമായും ഐ ഗ്രൂപ്പ് മത്സരിച്ച ഒരു മണ്ഡലമാണ് കാഞ്ഞിരപ്പള്ളി. അറിയാലോ, ജോസഫ് വാഴക്കനായിരുന്നു മുമ്പത്തെ സ്ഥാനാർത്ഥി. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഐ ഗ്രൂപ്പുകാരിലേക്ക് പോയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ വേറൊരു കാരണവും ഞാൻ കാണുന്നില്ല ഇതിൻ്റെ അകത്ത്. അതെ, ജോസഫ് വാഴക്കന ഏറ്റുമാനൂരിൽ സ്ഥാനാർത്ഥിയാക്കുമെന്ന് പ്രഖ്യാപിക്കുകയും അദ്ദേഹം അതിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തുകയും അതിനേറെ പോസ്റ്റർ വരെ അടിച്ചു, ബാനർ റെഡിയാക്കി, അതുപോലെ തന്നെ ഹോർഡിങ്സുകളൊക്കെ റെഡിയാക്കി അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തെ മാറ്റുന്ന കാഴ്ചകൾ. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഈ മധ്യ കേരളത്തിൽ തിരിച്ചു വരവാണല്ലോ UDF തിരിച്ചു വരാനുള്ള അല്ലെങ്കിൽ അധികാരത്തിലേക്ക് വരാനുള്ള ഒരു വലിയ സാധ്യത എന്ന് പറയുന്നത് മധ്യ കേരളത്തിലെ വിജയം. അപ്പോൾ മധ്യ കേരളത്തിൽ ആ രീതിയിലുള്ളൊരു നീക്കം എന്തുകൊണ്ട് നടന്നില്ല? അല്ല, ഇത് മധ്യ കേരളത്തിൽ ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ പണ്ട് തൊട്ടേ ഈ കോൺഗ്രസ് പാർട്ടിക്കകത്ത് എപ്പോഴും യോഗ്യരായിട്ടുള്ള ഒരുപാട് പേരുണ്ടല്ലോ. അപ്പം നമ്മൾ ആഗ്രഹിക്കുന്നു കിട്ടണമെന്നില്ല. അപ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് എത്രയോ സീനിയറായിട്ടുള്ള ആൾക്കാർ ഇപ്പോഴും മത്സരിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിട്ട് ഇപ്പോഴും എനിക്കറിയാവുന്ന അതൊക്കെ ഓർക്കുമ്പോഴും നമുക്ക് ആ ഒരു സീറ്റ് കിട്ടാത്തതിൽ വിഷമമൊന്നുമില്ല. കാരണം 4 നൂറ്റാണ്ടായിട്ട് ഇതിനുവേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ഇത്തവണയും പ്രതീക്ഷയെ അർപ്പിച്ചിട്ട് നിന്ന നേതാക്കന്മാരെ എനിക്കറിയാം. 5 ടൈമായിട്ട് 25 വർഷമായിട്ട് കിട്ടാതിരിക്കുന്നവരുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ പരിഗണിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് എനിക്ക് അക്കാര്യത്തിലുള്ള സങ്കടമൊന്നുമില്ല. UDF പറ്റിയ ഒരു കാലഘട്ടമാണ്. UDF അധികാരത്തിലേക്ക് വരും എന്നുള്ളൊരു വലിയ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഈ കാഞ്ഞിരപ്പള്ളിയിൽ ഇത്തവണ മത്സരിക്കുന്നത് കേരള കോൺഗ്രസ് എം ആയിട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യവും കേരള കോൺഗ്രസ് എം ആയിട്ടായിരുന്നു പോരാട്ടം. കേരള കോൺഗ്രസ് നേരത്തെ UDF കൂടെ ഉണ്ടായതാണ്. യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസ് എം മുന്നണി മാറിയത് അല്ലെങ്കിൽ LDF കൂടെ പോയത് മധ്യ കേരളത്തിൽ വലിയ ഒരു ക്ഷീണം ഉണ്ടാക്കിയിട്ടില്ലേ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേരള കോൺഗ്രസിൻ്റെ പോക്കിൽ ക്ഷീണമുണ്ടായത് കഴിഞ്ഞ തവണത്തെ ഇലക്ഷനാണ്. കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ ആ കേരള കോൺഗ്രസിൻ്റെ അണികൾ വളരെ ശക്തമായിട്ട് UDF-നെതിരായിട്ട് വോട്ട് ചെയ്തു. പക്ഷെ കഴിഞ്ഞ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഞാൻ മനസ്സിലാക്കിയത് ഞാൻ മത്സരിച്ചത് കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് എതിരായിട്ടായിരുന്നു. അവരെല്ലാം അവരുടെ നേതാക്കൾ ഒഴിച്ച് അവരുടെ അണികൾ കൂട്ടത്തോടെ കോൺഗ്രസിനും UDF-നും അനുകൂലമായി വോട്ട് ചെയ്തൊരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരള കോൺഗ്രസിൻ്റെ അണികൾ ഈ ഇടതുപക്ഷത്തിൻ്റെ ഭരണത്തിനെതിരായിട്ടുള്ളൊരു വലിയ വികാരം കേരളത്തിലുണ്ട്. ആ വികാരത്തിനനുസരിച്ച് വോട്ട് ചെയ്യുകയും UDF അധികാരത്തിൽ വരും. തദ്ദേശം മാത്രമല്ല, നമുക്കിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നോക്കിയാൽ നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വലിയ വിജയമായിരുന്നു. മാത്രമല്ല ഉണ്ടായ ക്ഷീണങ്ങളൊക്കെ തിരിച്ചു പിടിക്കുന്ന രീതിയിൽ തന്നെയുള്ളൊരു നീക്കമാണ് നടന്നത്. അതിൻ്റെ ഒരു തുടർച്ച ഉണ്ടാവും ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ വിശ്വസിക്കുന്നുണ്ട്. 100%. കേരളത്തിൽ നമ്മുടെ നേതാക്കൾ സൂചിപ്പിച്ച പോലെ വലിയൊരു ഭൂരിപക്ഷത്തിൽ കേരളത്തിൽ അധികാരത്തിലേക്ക് വരും. 10 കൊല്ലമൊന്നും കേരളത്തിൽ 10 കൊല്ലം തന്നെ വലിയ ഒരു ടേമാണ്. അതിൽ കൂടുതലൊന്നും കേരളത്തിലെ ജനങ്ങൾ എന്തൊക്കെ ചെയ്താലും സഹിക്കത്തില്ല. ജനങ്ങൾ മാറ്റും, ഒരു സംശയവുമില്ല. അതുകൊണ്ട് ഒരു വലിയ വിജയം ഉണ്ടാകും. ഇങ്ങനെയുള്ള ഈ വിഷയത്തിന്മേൽ ഉണ്ടായിട്ടുള്ള നിങ്ങളെ പോലുള്ള മാധ്യമങ്ങളിലൂടെ വരുന്ന ചർച്ചകൾ കാണുമ്പോൾ വിഷമം ഉണ്ടാകുന്നത്. കാരണം ഞങ്ങൾക്ക് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ, ഞാൻ വിശ്വസിക്കുന്നത് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളുടെയൊക്കെ സ്ഥാനാർത്ഥി പട്ടികയിലോട്ട് വരുന്നത്. പണം കൊടുത്ത് ഒരിക്കലും ഒരു സീറ്റ് മേടിക്കേണ്ട കാര്യമോ അങ്ങനത്തെ ഒരു ഓഫർ കൊടുക്കേണ്ട കാര്യമോ ഞങ്ങൾക്കില്ല. ഞാൻ സൂചിപ്പിച്ചല്ലോ, 4 ടൈം ജനപ്രതിയായിരുന്നു. 4ാമത്തെ ടൈം ഇപ്പോഴും ജയിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ശരിക്കും 4ാമത്തെ ടൈമുള്ള ഒരാൾക്ക് ആദ്യമായിട്ട് കിട്ടേണ്ടതാണ്. അത് ആദ്യത്തെ ടൈം വേറെ ആൾക്ക് കൊടുക്കണം എന്ന് ചാണ്ടി ഉമ്മൻ പറഞ്ഞു. ചാണ്ടി ഉമ്മൻ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിൻ്റെ കുടുംബമായിട്ട് എനിക്ക് അതുപോലെ ബന്ധമാണ്. അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ അനുസരിച്ചു. കേരളത്തിൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആരും അത് അംഗീകരിച്ച് കൊടുക്കുന്നൊരു കാര്യമാണോ. ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തന്നെ 3ാം ടൈമായിട്ടുള്ള ഒരാൾ, ആദ്യമായിട്ട് ജയിച്ചു പോകുന്ന ഒരാൾക്ക് വേണ്ടി ഞാൻ ആ സ്ഥാനം പറഞ്ഞപ്പോഴേ ഞാൻ മാറിക്കൊടുത്തു. അങ്ങനെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഒരിക്കലും അങ്ങനെ ഓടി നടക്കുന്ന ഒരാളല്ല. ഇന്ന് വേറെ ആരും ചെയ്യത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. 4 ടൈം ഒരാൾ മാറ്റി കൊടുക്കുന്നത്. പക്ഷേ ഞാൻ മാറിക്കൊടുത്തു. അതുകൊണ്ട് 1.5 വർഷം കഴിഞ്ഞിട്ടാണ് ഇനി അടുത്ത എൻ്റെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം. അതെനിക്കിപ്പോൾ വിഷമമുണ്ട്. കാരണം അതെൻ്റെ പ്രൊഫൈലിൽ ആദ്യം കിട്ടിയിരുന്നെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ളൊരു പ്രൊഫൈലൂടെ എനിക്ക് ഉറപ്പായിട്ടും ഉണ്ടായനെ. നിയമസഭയിൽ പരിഗണനയെ കുറച്ചുകൂടെ വ്യത്യാസം വന്നനെ. അതില്ലാതെ വന്നതിലും എൻ്റെ ഈ സ്ഥാനാർത്ഥിത്വത്തെ ബാധിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ല, ഈ ആൻഡോ ആൻ്റണിക്കെതിരെ പല രീതിയിൽ ആരോപണങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു കാരണം എന്താണ്? ഇത് പാർട്ടി തന്നെ ഉണ്ടാകുന്നതാണോ, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും വസ്തു? ഇതിന് കൃത്യമായ ഈ ആൻഡോ ആൻ്റണിക്കെതിരായിട്ടുള്ള ഗൂഢനീക്കത്തിൽ ഒരു സംശയവും വേണ്ട. ഇതിന് ചില ആളുകൾ, ചില കോക്കസുകൾ ഇത് പരസ്യമായിട്ട് പറയാതിരിക്കാൻ പറ്റത്തില്ല. പാർട്ടിക്ക് ഉള്ളിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. തെറ്റാണ്. അദ്ദേഹത്തിനെ എങ്ങനെയെങ്കിലും മോശമാക്കുക എന്നുള്ളൊരു ഹിഡൻ അജണ്ട ഇവിടെയുണ്ട്. ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ആ പത്തനംതിട്ട പാർലമെൻറ്റ് മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് ഭൂരിപക്ഷം കൂടുകയാണ് ഉണ്ടായത്. എത്രയെത്ര വിവാദങ്ങളുണ്ടാക്കി. അദ്ദേഹത്തെ പറ്റി പറയാത്ത അപവാദങ്ങളുണ്ടല്ലോ. സാമ്പത്തികം
ഞാൻ അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് നടത്തിയ ഒരാളാണ്. കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിൽ പണം ഇപ്പോഴും ഞങ്ങൾ പലർക്കും കൊടുക്കാറുണ്ട്. കാരണം അത്രയധികം സാമ്പത്തികത്തിൻ്റെ ബുദ്ധിമുട്ടിൽ എങ്ങനെയാണ് പണം ഉണ്ടാകുന്ന വഴിയെന്നും കൂടെ ഒന്ന് ആൾക്കാർ ഈ പറയുന്ന വിമർശിക്കുന്നവർ അല്ലെങ്കിൽ വിവാദങ്ങൾ ഉണ്ടാക്കുന്നവർ പറയണ്ടേ. ഒരു 2 ടേമായിട്ട് ഭരണമില്ലാതിരിക്കുന്ന ഒരു പാർട്ടിക്ക് എങ്ങനെയാണ് ഒരു എംപിക്ക് ചുമ്മാ കൊണ്ട് എങ്ങനെയാണ് ആരിലും പണം കൊടുക്കുമോ? അതുകൂടെ പറയണ്ടേ. എന്ത് സാഹചര്യത്തിലാണ് അദ്ദേഹം മറ്റുള്ളവർക്ക് എന്തെങ്കിലും നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റും? അധികാരത്തിൽ ഒന്നും ഇല്ലല്ലോ. നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുത്ത് മേടിക്കുന്നതാണ് ഇല്ലല്ലോ. പിന്നെ എങ്ങനെയാണ് ഈ സാമ്പത്തികത്തിനെ പറ്റി അദ്ദേഹത്തിനെ KPC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശരിക്കും ടാർഗറ്റ് ചെയ്തിട്ടാണ് അദ്ദേഹം ഇപ്പോൾ അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഞാനൊരു സ്ഥാനാർത്ഥി ആയില്ലല്ലോ, എന്നിട്ട് പിന്നെ 50 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞ് ചാനലിലൂടെ കണ്ടപ്പോൾ എന്താ അങ്ങനത്തെ ഞങ്ങൾ കണ്ടിട്ടുള്ള ആൻ്റോ ആൻ്റണി ഉമ്മൻചാണ്ടി സാറിന് പരിശുദ്ധനായ നല്ലൊരു നേതാവാണ്, ഒരു സംശയവും വേണ്ട. പത്തനംതിട്ട പാർലമെൻറ്റ് മണ്ഡലത്തിലെ ഞങ്ങളെപ്പോലെയുള്ള ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന, തിരിച്ചറിയുന്ന, അല്ലെങ്കിൽ കൊള്ളാം പ്രവർത്തന മികവുള്ളവരാണ്, അവരെ മുന്നോട്ട് കൊണ്ടുവരണം. സ്ഥാനാർത്ഥി പട്ടികയിൽ കൊണ്ടുവന്നാൽ പുറത്തുനിന്നുള്ള ഏതെങ്കിലും വലിയ നേതാക്കളെ കൊണ്ട് മത്സരിപ്പിക്കുകയല്ല, പ്രാദേശികമായി ആ മണ്ഡലത്തിൽ വേരുകളുള്ള ആളുകളെ മത്സരിപ്പിക്കണം എന്നുള്ള തീരുമാനമായിരുന്നു അദ്ദേഹത്തിന് പത്തനംതിട്ട പല മണ്ഡലങ്ങളിലും. പക്ഷേ പലയിടത്തും അദ്ദേഹം പറഞ്ഞ ആൾക്കാർക്ക് കിട്ടാതെ വന്നു. അതാണ് ഞാൻ പറഞ്ഞ പല ഗ്രൂപ്പും പല പണികളും വെച്ച് അവസാനം വെട്ടിപ്പോകുന്നത്. എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്ന സ്ഥാനാർത്ഥികൾ പല സ്ഥലത്തും വന്നിട്ടില്ല. ഇത്തവണ ഞാൻ നേരത്തെ പറഞ്ഞു പ്രൊഫസർ ജയരാജനാണ് അവിടെ മത്സരിക്കുന്നത്. കഴിഞ്ഞ LDF മിനിസ്ട്രിയിൽ അദ്ദേഹം ചീഫ് വിപ്പ് പദവി അലങ്കരിച്ചതാണ്. യഥാർത്ഥത്തിൽ അത്തരത്തിൽ എന്തെങ്കിലും ഭരണകക്ഷി ആയതുകൊണ്ട് കാഞ്ഞിരപ്പള്ളിയിൽ എന്തെങ്കിലും വികസനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടോ? വ്യക്തിപരമായിട്ട് ഞാൻ അദ്ദേഹത്തെ പറ്റി പറഞ്ഞാൽ ഞാനുമായിട്ട് വലിയ സൗഹൃദമുള്ള ആളാണ്. വ്യക്തിപരമായി അദ്ദേഹം നല്ലൊരു മനുഷ്യനാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. എനിക്ക് അദ്ദേഹത്തെ പറ്റി ഞങ്ങളുടെ ഈ മുന്നണിയിലുണ്ടായിരുന്ന ഒരാളാണ്. ഞാനുമായിട്ട് വലിയ സൗഹൃദം ഇപ്പോഴും ഉണ്ട്. പക്ഷേ ആ ചീഫ് വിപ്പ് പദവി ഉപയോഗിച്ചിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ പൂർണ്ണമായിട്ട് അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിച്ചിട്ടില്ല. പലപ്പോഴും ലാഗാണ്. ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ഞങ്ങളെ ഒരു നോർമൽ ജനപ്രതിനിധി ബ്ലോക്ക് പഞ്ചായത്ത് നമുക്ക് കിട്ടുന്ന പദ്ധതികളൊക്കെ പൂർണ്ണമായിട്ട് നമ്മൾ ചിലവാക്കാറുണ്ട്. വളരെ ഫാസ്റ്റായിട്ട് ആ ഡെവലപ്മെൻറ്റ് നടത്താറുണ്ട്, ശ്രമിക്കുന്നത്. പക്ഷേ ഇദ്ദേഹത്തിന് ഇത്രയും സ്റ്റാഫും ഇത്രയും അധികാരവും ഉണ്ടായിട്ടും ഇപ്പോൾ കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് ഇപ്പോഴും കിടക്കുന്ന അവസ്ഥ. അപ്പം അങ്ങനെ നിരവധിയായ ഡെവലപ്മെൻറ്റ്സിലുണ്ടായിട്ടുള്ള ലാഗ് അത് വലിയൊരു വിഷയം തന്നെയാണ്. അക്കാര്യത്തിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് അദ്ദേഹത്തിനോട്. ഇത്തവണത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ പ്രത്യേകിച്ചിട്ടും ഭരണവിരുദ്ധ വികാരം ഏറ്റവും കൂടുതലുണ്ട്. പ്രത്യേകിച്ചിട്ടും മധ്യ കേരളത്തിൽ വലിയ രീതിയിലുണ്ട്. ചില ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ തന്നെ ഈ ഭരണത്തിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധമൊക്കെ ഉണ്ട്. അത് പ്രകടമായും അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ അത് വളരെ രഹസ്യമായൊക്കെ തന്നെ ഈ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. എന്തായിരിക്കും കാഞ്ഞിരപ്പള്ളിയിലെ ഒരു നീക്കം? അതായത് സഭയുടേതായാലും മറ്റ് ചില കാര്യങ്ങളൊക്കെ ചേർത്തുണ്ട്. കാഞ്ഞിരപ്പള്ളി എന്ന് പറയുന്നത് ഇപ്പം ക്രിസ്ത്യൻ സഭയ്ക്ക് RC റോമൻ കാത്തലിക്കും അതുപോലെ തന്നെ മറ്റ് മതവിഭാഗങ്ങൾ ഹൈന്ദവം SNDP ആയിക്കോട്ടെ, നായർ കമ്മ്യൂണിറ്റി, മുസ്ലിം കമ്മ്യൂണിറ്റി, വളരെ മിക്സഡ് ആയിട്ടുള്ളൊരു പോപ്പുലേഷനാണ് അവിടുത്തെ ഉള്ളത്. അവിടുത്തെ UDFൻ്റെ ഗുണം എന്നാന്ന് ചോദിച്ചാൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് അവിടുത്തെ ജാതി മത വ്യവസ്ഥകൾക്കപ്പുറം അതൊരു UDFൻ്റെ കുറച്ചൊരു മണ്ഡലമാണ്. ഒരു മതേതര, അവിടെ നിരവധിയായ ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ ചിറക്കടവിലെ വലിയ ക്ഷേത്രങ്ങൾ, അതുപോലെ തന്നെ വലിയ പള്ളികൾ, ഇപ്പോൾ കാഞ്ഞിരപ്പള്ളിയിലെ വലിയ കത്തീഡ്രൽ പള്ളി, റോമൻ കാത്തലിക് ആയിട്ടുള്ള ഒരുപാട്, നെടുങ്കുന്നത്തെ വലിയ ഫൊറോന പള്ളി അടക്കം, പൊൻകുന്നത്തെ ഫൊറോന പള്ളി, ക്രൈസ്തവ ഹൈന്ദവ ഒരുപോലെയുള്ള ഒരു സ്ഥലമാണ്. എനിക്ക് തോന്നുന്നു പൊതുവെ റോമൻ കാത്തലിക് ഇച്ചിരി കൂടുതലുള്ള മണ്ഡലമാണ്. അവിടെ ഇത്തവണ എനിക്ക് തോന്നുന്നു ന്യൂനപക്ഷ വോട്ടുകൾ ഒന്ന് UDFന് അനുകൂലമായി ഏകീകരിക്കുന്ന ഇതാണ് എനിക്ക് തദ്ദേശ സ്ഥാപനത്തിലെ തിരഞ്ഞെടുപ്പിലെ റിസൾട്ടുമായിട്ട് നോക്കുമ്പോൾ ന്യൂനപക്ഷ വോട്ടുകൾ കുറച്ചുകൂടെ കേന്ദ്രീകരിച്ച് UDFന് അനുകൂലമായിട്ട് വരുന്നതായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അത്തരത്തിലുള്ള എന്തെങ്കിലും, അതായത് പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള എന്തെങ്കിലും ഒരു ടാസ്ക് ഫോഴ്സ് അങ്ങനെ എന്തെങ്കിലും ഒരു നീക്കങ്ങൾ വേറെ രീതിയിൽ നടത്തുന്നുണ്ടോ? പ്രത്യേകിച്ചിട്ടും കാഞ്ഞിരപ്പള്ളി പോലുള്ള ഒരു UDF മൈൻഡുള്ളൊരു മണ്ഡലം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് എന്താണ് നീക്കങ്ങൾ? അല്ല, ഉറപ്പായിട്ടും ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം ഈ സമയം കുറവ് വളരെ ഒരു വലിയൊരു ബാധകമാണ്. പക്ഷേ ഇതിലൊരു കാര്യമുണ്ട്. സമയക്കുറവ് പറയുമ്പോഴും 4 മാസം മുന്നാണ് ഈ വേറൊരു ഇലക്ഷൻ നടന്നത്. ആ സമയത്ത് വളരെ ഈ സംവിധാനങ്ങളൊക്കെ ശക്തമായിരുന്നു. അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ഇതിൽ കിട്ടുമെന്ന് ചോദിച്ചത്. അതിൻ്റെ കണ്ടിന്യൂറ്റി കിട്ടുമെന്ന് ചോദിച്ചാൽ അത് ഉറപ്പായിട്ടും ആ കണ്ടിന്യൂറ്റി ഉണ്ട്. പക്ഷേ കുറച്ച് ദിവസങ്ങൾ കൂടി പ്രവർത്തിക്കാൻ സ്ഥാനാർത്ഥിക്ക് 9 പഞ്ചായത്തുകൾ ഓടിച്ചെന്ന് പ്രവർത്തിക്കാനായിട്ടുള്ളൊരു സമയം ഇച്ചിരി കുറവാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ജയരാജ് സാറിന് അത് വേണ്ട. ജയരാജ് സാറിനെ സംബന്ധിച്ചിടത്തോളം അത് ആ ഒരു മെറിറ്റ് ഉണ്ട്. കാരണം അദ്ദേഹം അവിടെ സുപരിചിതനായതുകൊണ്ട് അതൊരു കുറവാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയതായിട്ട് വരുന്ന സ്ഥാനാർത്ഥികൾ വരുന്ന മണ്ഡലങ്ങളിലൊക്കെ
അതൊരു സമയക്കുറവ് നമുക്കൊരു ചെറിയ ബാധകം തന്നെയാണ്. പക്ഷെ എന്നാൽ പോലും ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ വളരെ സജീവമാവുകയൊക്കെ ചെയ്തൊരു സാഹചര്യത്തിൽ ഈ സോഷ്യൽ മീഡിയയിലൊക്കെയുള്ള പ്രചരണങ്ങളൊക്കെ വോട്ടർമാരിലേക്ക് പെട്ടെന്ന് എത്തിക്കാൻ വേണ്ടി കഴിയല്ലോ, പഴയ അവസ്ഥയില്ല. പിന്നെ മാത്രമല്ല പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നുള്ള വലിയൊരു മെറിറ്റല്ലേ. ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞത് ആ സമയക്കുറവിനെ മറികടക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയ അത് അടക്കമുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാഞ്ഞിരപ്പള്ളി നമ്മൾ സ്വീകരിക്കുന്ന നിലപാട്. വളരെ സ്പീഡായിട്ട് തന്നെ നമ്മളിപ്പം കൺവെൻഷനുകൾ, ഇപ്പം ചൊവ്വാഴ്ച നിയോജകമണ്ഡലം കൺവെൻഷനാണ്, വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമ്മൾ അതിൻ്റെ മുന്നൊരുക്കങ്ങൾ ഇപ്പം തന്നെ മുന്നൊരുക്കങ്ങളെല്ലാം നടന്നു കഴിഞ്ഞു. വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമ്മൾ മത്സരത്തിൻ്റെ ചൂടിലേക്ക് പോകും. ഈ കോൺഗ്രസ്സിൽ സീറ്റ് മോഹിച്ച ഒരുപാട് ആൾക്കാരുണ്ട്, നമ്മൾ നേരത്തെ സംസാരിച്ചാണ്. അവരൊക്കെ വലിയ പ്രതിഷേധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരെല്ലാം ഇപ്പോൾ എൽദോസ് കുന്നപ്പള്ളി അടക്കം, എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റ് മോഹം മാത്രമായിരുന്നില്ല, അത് 2 ടേമിൽ MLA ആണ്. പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹം മാറ്റി നിർത്തിയാലൊക്കെ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. കെ സുധാകരൻ അടക്കം പ്രതിഷേധിച്ചാണ്. പക്ഷേ ഇന്നലെ ഇന്നൊക്കെ കൊണ്ട് എല്ലാ നേതാക്കന്മാരും വളരെ സജീവമായി തുടങ്ങി, പ്രവർത്തനത്തിലൊക്കെ സജീവമായി. ഇത് കോൺഗ്രസിന് വലിയ ആത്മവിശ്വാസം ഉണ്ടാക്കുന്നില്ല. എന്താണെന്നറിയാം, ഇത് എൻഡ് ഓഫ് ദി ഡേ ഞങ്ങൾക്കെല്ലാം ഏറ്റവും പ്രധാനം ഞങ്ങളുടെ പാർട്ടിയാണ്. 10 വർഷം ഞങ്ങൾ ഭരണത്തിനില്ലാതെ ഞങ്ങൾ പുറത്തു വന്നൊരു പാർട്ടിയാണ്. അതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും അനുഭവിച്ച ആൾക്കാരാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ എത്രയോ കൊടിയ മർദ്ദനങ്ങൾ ഞങ്ങളുടെ ആളുകൾ, നിങ്ങൾക്കറിയാമല്ലോ, പിണറായി വിജയൻ്റെ ആ ബസ്സിൽ പോകുന്ന യാത്രക്കിടയിൽ ഞങ്ങളുടെ സഹപ്രവർത്തകരുടെ തല ചെടിച്ചട്ടി കൊണ്ട് തല്ലി തകർത്തിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഇതൊക്കെ ഞങ്ങളുടെ മുന്നിൽ നിൽക്കുകയില്ല. ഞങ്ങൾക്കത് വലിയ വൈകാര്യം. ഞങ്ങൾക്കിപ്പോഴും ഞങ്ങളുടെ അമ്മമാർ കരഞ്ഞ കണ്ണുനീരുണ്ടല്ലോ, അതിനൊക്കെ ഒരു മാറ്റം വരണ്ടേ. ഇനിയും ഒരു പിണറായി ഗവൺമെൻറ്റിനെ ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഞങ്ങളടുത്ത് അതിശക്തമായിട്ട് പ്രവർത്തിക്കും. ഭരണം മാറ്റുക എന്നുള്ളത് മാത്രമല്ല ലക്ഷ്യം. അതിന് പേര് സ്ഥാനാർത്ഥിത്വം കിട്ടാതെ വരിക എന്നുള്ളത് ഇതൊരു ആദ്യത്തെ സംഭവമൊന്നുമല്ല. എനിക്ക് പല കാര്യങ്ങളും കപ്പിനും ചൂണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ടിട്ടുള്ള ആളാണ്. പിന്നെ എപ്പോഴും ഞാൻ മനസ്സിൽ ചിന്തിക്കുന്നത്, ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാത്ത ആളുകളും ഇതിൽ ശക്തമായിട്ട് അടിത്തട്ടിൽ ഇപ്പോഴും 75-80 വയസ്സുള്ള ആൾക്കാർ കൊടിയും പിടിച്ച് ഇപ്പോഴും ഇറങ്ങുന്നുണ്ട് ഈ പാർട്ടിക്ക് വേണ്ടി. അതുകൊണ്ട് ഇതൊരു അവസാനമല്ലല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സൂചിപ്പിച്ചല്ലോ, എനിക്ക് വിദേശത്തേക്ക് പോകാനും എല്ലാ അവസരങ്ങളും ഉണ്ടായ സമയത്തും, അതും അമേരിക്കയിൽ പോകുന്ന സ്വപ്നങ്ങളൊന്നും ആരും വേണ്ടാന്ന് നോക്കുക. 2005 ഞാൻ കഠിനാധ്വാനിയാണെന്ന് ഞാൻ വിശ്വസിക്കും. ഞാൻ 16 മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരാളാണ്. ഞാൻ എൻ്റെ ബിസിനസ്സും എൻ്റെ രാഷ്ട്രീയവും ഒരുപോലെ കൊണ്ടു നടക്കുന്നയാളാണ്. ജോലി ചെയ്ത് കാശുണ്ടാക്കുന്നത് അതാണ്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനം 4 ടൈമായിട്ടും ഇന്ന് വരെ ഒരു 100 രൂപയുടെ ഒരാളുടെ ഇന്ന് മേടിച്ചു എന്നുള്ളൊരു അപവാദം കേൾക്കേണ്ടി വന്നിട്ടില്ല. ഇതിപ്പം കുറച്ച് പൈസ വേറെ ആൾക്ക് കൊടുത്തു എന്നുള്ളൊരു അപവാദം ഇങ്ങനെ ചാനൽ വഴി വന്നപ്പോഴാണ് എനിക്കതിന് പ്രതികരിക്കണം എന്ന് പറഞ്ഞു. കാരണം അതിൻ്റെ ആവശ്യം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒന്നും സീറ്റ് മേടിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം എൻ്റെ ഇപ്പം ഉറപ്പായിട്ടും എൻ്റെ നാട്ടിൽ വെച്ച് നിങ്ങൾക്കറിയാം എങ്ങനെയാണ്. ഇപ്പം ഇത്തവണത്തെ പഞ്ചായത്ത് ഇലക്ഷൻ വരും, എന്നെക്കൊണ്ട് 24 മണിക്കൂർ ഞാൻ പറഞ്ഞില്ല, രാത്രിയിൽ ഉറക്കം 4-5 മണിക്കൂറാണ്. അത്രയേറെ കഷ്ടപ്പെട്ടാണ് ആ പഞ്ചായത്തിൻ്റെ ഭരണം തിരികെ പിടിച്ചത്. അങ്ങനെ ഒരാൾക്ക് ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള ഈ ആക്ഷേപങ്ങൾ വരുമ്പം അത് വലിയ വേദന ഉണ്ടാക്കും. സീറ്റ് കിട്ടിയില്ല എന്നുള്ള വേദനയുടെ പുറകെ സീറ്റ് കിട്ടാൻ വേണ്ടി കാശ് കൊടുത്തൊന്നും വേണ്ടി അതൊക്കെ പറയുമ്പം, കാരണം അങ്ങനെയുള്ളവർ കാണാം കാശ് പോയിട്ട് എന്ന് സീറ്റ് മേടിക്കാൻ നോക്കുന്ന. ഞാൻ അങ്ങനത്തെ ഒരു ബിസിനസ്സുകാരനല്ലോ. ഞാൻ ബിസിനസ്സിൻ്റെ കൂടെ രാഷ്ട്രീയ പ്രവർത്തനം ഒരുമിച്ച് നടത്തുന്ന 4 ടൈം ജനപ്രതിയായിട്ടുള്ള ഒരാളാണ്. രാഷ്ട്രീയത്തിന് വേണ്ടി എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പം മറ്റെല്ലാം മാറ്റി നിർത്തി ഇനി വിജയപ്രതീക്ഷ മാത്രം ലക്ഷ്യമിട്ട് ഒറ്റ കൈയായും കോൺഗ്രസ് പ്രവർത്തകർ എല്ലാവരും ഒരുമിച്ച് നിന്ന് സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചെടുക്കുക, മണ്ഡലം തിരിച്ചു പിടിക്കാൻ വേണ്ടി കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. കാഞ്ഞിരപ്പള്ളിയിൽ നമുക്ക് വീണ്ടും കാണാം, സ്ഥാനാർത്ഥിയായി കാണാം. താങ്ക് യു സർ. താങ്ക് യു.